ഇത് കണ്ടോ നമ്മുടെ ടെറസിന്റെ മുകളിൽ നിൽക്കുന്ന പപ്പായ. കൊള്ളാല്ലേ? ഇത് പഴുക്കുമ്പോൾ നല്ല അടിപൊളിയായിരിക്കും അല്ലേ? കുഞ്ഞു പപ്പായ ഉണ്ട്. ആ സൈഡിൽ നിന്നാണ് വലിച്ച ഇന്നലെ അത് ക്യാബേജ് പറിച്ചത്. ക്യാബേജ് വേണോ? അതെ ആ നിൽക്കുന്നത് അത് ഇത് പേരൊക്കെയാണ്. നോക്കി ക്യാബേജ് ഉണ്ടോ നോക്കി. അത് പറിക്കണ്ട, ഇപ്പൊ പറിക്കണ്ട. ഇപ്പൊ നല്ല വെയിലോ, ഇറങ്ങാമോ? നമ്മൾ ഇന്ന് ഗാർഡനിൽ നിന്നും പറിക്കാൻ പോകുന്നത് പീച്ചിങ്ങയാണ്. അതവിടെ തൂങ്ങിക്കിടക്കുവാണ്. പറിക്കാൻ കിട്ടുമോന്ന് തോന്നുന്നില്ല. പറിക്കാൻ കിട്ടും, അവിടെ ഉണ്ട്. നോക്കട്ടെ, ഇതാണ് പീച്ചിങ്ങ. അവിടെ പറിക്കാൻ നോക്കിയ കുട്ട. അതാണ്. പൊട്ടിച്ചോ, എടുത്തോ. അവിടെ മറ്റേ രണ്ട് കൈ വെച്ചിട്ട് പൊട്ടിക്ക. കത്രിക വേണോ നോക്കട്ടെ. പിടിച്ചോണേ. കിട്ടിയാ എടുത്തോ വഴി. നീ അടുത്തൊന്ന് നമുക്ക് നോക്കാം. നോട്ടെ കാണിച്ചേ. ഇതാ പീച്ചിങ് അല്ലേ? വല കൊടുങ്ങല്ലേ. ഇനിയും നമ്മുടെ തക്കാളി ഉണ്ട് കേട്ടോ ഇവിടെ. ഇന്നലത്തെ ഇനിയും റൈപ്പായിട്ടുണ്ട്. അവിടെ ഉണ്ടല്ലേ, അവിടെ ഉണ്ട്. ഇത് നമ്മുടെ മഞ്ഞളാണേ, കണ്ട മഞ്ഞൾ. അപ്പൊ നമുക്കിത് അടുത്ത പിച്ച് അതുണ്ടോ? നമുക്ക് ഇത് എടുത്ത് മറ്റേ ആ പിച്ചിങ് കൊടുക്കുക. അത് നോക്കാം. പൊക്കത്തിലാണല്ലേ ഈ കിടക്കുന്ന പിച്ച്. എടുക്കാവോ? ഞാൻ വെച്ചുതരാം. നമ്മളിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ പിച്ചിങ് കണ്ട. വെച്ച ഒരു മിനിറ്റ് നിൽക്ക. കത്രിക എവിടെ കേട്ടോ കുട്ട? എടുത്തോണ്ട് വരുമോ? ആണ് നമ്മുടെ പീച്ചിങ്. ഇത് പീച്ചിങ്ങയും സംഭവങ്ങളും കയറാൻ വേണ്ടി ഇങ്ങനെ ഒരു വല ഇട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ട, വല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ വല. അപ്പോൾ ആക്ച്വലി ഇവിടെ ഇപ്പം നിലവിൽ വെള്ളമൊക്കെ ഒഴിക്കുന്നത് മാനുവലി ആണ്. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ടാങ്ക് കുറച്ച് താഴെ ഇരിക്കുന്നത്. അപ്പോൾ ഈ ടാങ്ക് ഫുൾ നിറച്ചിട്ട് ആ സൈഡിലൊരു പൈപ്പുണ്ട്. ആ പൈപ്പ് വഴി ബക്കറ്റിൽ കോരിയിട്ട് ഇല്ലെങ്കിൽ പൈപ്പ് വഴി എടുത്തിട്ടാണ്, ഓസ് വഴി എടുത്തിട്ടാണ് ഇവിടെ ഫുൾ നിറയ്ക്കുന്നത്. അപ്പോൾ ഇനി എന്താ ചെയ്യുമ്പോൾ വെച്ചാൽ ഇത് ഒരു സ്ട്രക്ചർ ഉണ്ടാക്കി ഹൈറ്റ് കൂട്ടി വെച്ചിട്ട് ഈ ഇവിടുത്തെ ചെടിച്ചട്ടികളെല്ലാം നമ്മളൊന്ന് ഓർഗനൈസ് ചെയ്തിട്ട് ഇത് ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റം നമ്മൾ ചെയ്യും കേട്ടോ. നമ്മൾ ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റം ചെയ്യും ഇവിടെ. ഓക്കെ, ഇത് വെച്ചിട്ട് പിടിച്ചോണേ, തറ വീഴുവല്ലേ? നോട്ടെ, കത്തിത്തിരക്കാം. പിടിച്ചോ, അതിൽ പിടിച്ചോ. കിട്ടിയോ? ഓക്കെ, അപ്പം കാണിച്ചേ, രണ്ടെണ്ണം കാണിച്ചേ. അടിപൊളി. ഓക്കെ, അപ്പോൾ നമ്മുടെ റൂഫ് ടോപ്പ് ഗാർഡനിൽ ഡ്രിപ്പ് ഇറിഗേഷൻ ചെയ്യാൻ വേണ്ടി ഈ ഒരു ഡിവൈസും ഇതിനകത്ത് വെച്ചിരിക്കുന്ന ഇത് ഹോസുണ്ട്. ഇതിനിപ്പോൾ പൊട്ടിക്കാൻ ഇത് വെച്ചിട്ട് നമ്മൾ ഡ്രിപ്പ് ഇറിഗേഷൻ സെറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. പൊട്ടിച്ചു. ഈ ഒരു കിറ്റ് ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. ഇപ്പോൾ ആക്ച്വലി വാങ്ങി വെച്ചിട്ട് കുറച്ച് നാളായി. ഇതിനകത്ത് ബാക്കിൽ 2 ബാറ്ററി ഇടാൻ പറ്റും. ബാറ്ററി ഇട്ടിട്ട് നമ്മൾ ഇതിനകത്ത് ഇൻപുട്ട് കൊടുക്കുക. ഇതുവഴി നമുക്ക് ഔട്ട് കൊടുക്കാം. അപ്പം മുകളിലുള്ള ടാങ്ക് ഞാൻ കാണിച്ചിരുന്നു. ടാങ്ക് കുറച്ച് ഹൈറ്റ് കുറഞ്ഞിരിക്കുകയാണ്. അത് നമ്മളൊരു സ്ട്രക്ചർ കയറ്റിയിട്ട് നമ്മളത് ടാങ്ക് ഹൈറ്റ് കൂട്ടി വെച്ചിട്ട് ഒരു പൈപ്പിൽ കണക്ട് ചെയ്തിട്ട് ഇത് ഇങ്ങനെ കണക്ട് ചെയ്യും. എന്നിട്ട് ഇതിൻ്റെ താഴെ കൂടെ നമ്മൾ ഇതിൻ്റെ ഡ്രിപ്പ് ഇറിഗേഷന് വേണ്ടിയുള്ള ഈ ഹോസ് കണക്ട് ചെയ്യും. അപ്പോൾ ഈ പാക്കറ്റിനകത്താണ് ഹോസ് വന്നിരിക്കുന്നത്. റൗണ്ടായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം ഇതിനകത്ത് ഏകദേശം എനിക്ക് തോന്നുന്നൊരു 100 ചെടികൾക്ക് വേണ്ടിയുള്ള ഒരു ഇതുണ്ട്. അപ്പം അതിനകത്തുള്ള ഈ ഹോസ് ഉണ്ട്, അതിൻ്റെ കണക്റ്റേഴ്സൊക്കെ എല്ലാം ഉണ്ട്. അതെല്ലാം വെച്ചിട്ട് നമ്മൾ ഡ്രിപ്പ് ഇറിഗേഷൻ സെറ്റ് ചെയ്യുന്നതായിരിക്കും. ആ ഹോസ് പൊട്ടല്ലേ? ടയർ ഊരിയെടുക്കുന്ന ഊരിയെടുക്കാം.
ഇതാണ് കിറ്റ്. നമുക്ക് മൊത്തം ഊരണ്ട കണ്ട. ഈ കിറ്റിനകത്ത് റൗണ്ട് തന്നെ കിട്ടത്. ഈ സാധനം മാത്രമേ കിട്ടത്തേ. ഇത് ഈ എന്താ കിറ്റ് ഉണ്ടങ്ങനെ കിട്ടും. റൗണ്ട് അങ്ങനെ തന്നെ കേട്ടെ. ഇതങ്ങനെ എടുത്ത് ഊരെടുത്ത്. ആ ഓ പിന്നെ അപ്പോൾ ഇങ്ങനെ കുറേ കണക്റ്റേഴ്സും കാര്യങ്ങളും വരുന്നുണ്ട്. ചെറിയ പൈപ്പ്സുകൾ ഇത് വരുന്നുണ്ട് കണ്ടോ. നമ്മളിത് ഇതിൻ്റെ ഫ്ലോ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയുള്ള സാധനമാണ്. അവിടെ നിൽക്കേ മറ്റേ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പൈപ്പ് ജോയിൻ്റുള്ള സംഭവങ്ങൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ എൽ കണക്ഷൻ ഇത് വരുന്നുണ്ട്. പിന്നെ ഈ ഒരു സംഭവമാണ്, അതായത് ഈ ഒരു സംഭവമാണ് എൻ്റെ ഡ്രിപ്പ് വരുന്നത്. ഈ ഡ്രിപ്പിൽ നമുക്കത് സെറ്റ് ചെയ്യാൻ, നമുക്ക് ഫ്ലോയും കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ് അത്. അല്ല, ഫ്ലോ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ പൈപ്പ് നമ്മൾ ഈ ഒരു ഡിവൈസുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഓരോരോ ചെടികൾക്കും ഓരോരോ ഇതുപോലെ ഡ്രിപ്പ് നമ്മൾ സെറ്റ് ചെയ്തിട്ട് ഈ ടൈമർ വഴി നമ്മൾ സെറ്റ് ചെയ്യുന്നതാണ്. നമ്മളത് സെറ്റ് ചെയ്തിട്ടെല്ലാം കാണിച്ചു തരാം. അപ്പോൾ ഇതിങ്ങനെയാണ്, ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. ഈ ഒരു റൗണ്ട് കിറ്റ്, പിന്നെ ഈ പാക്കറ്റിൻ്റെ റൗണ്ട് ആയിട്ടുള്ള കിറ്റിനകത്ത് കുറേ സാധനങ്ങൾ വരുന്നുണ്ട്. ഇതുണ്ട്, ഇത് സ്പൈക്കാണ്. ഈ സ്പൈക്ക് നമ്മൾ ഓരോ ചെടികളിലോട്ട് ഇങ്ങനെ കുത്തി വെച്ചിട്ട് ഈ സാധനം കൂടെ കണക്ട് ചെയ്ത് വെക്കും. ഈ സാധനം ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് നമ്മളത് വെക്കുകയാണ് ചെയ്യുന്നത്. എൻ്റെ എങ്ങനെ ഇൻസ്റ്റലേഷൻ ചെയ്യണം എന്നുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു കിറ്റിൽ വരുന്നുണ്ട്. നമുക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇത് വൺസ് ഇത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ഡ്രിപ്പ് ഇറിഗേഷൻ അത് പ്രോപ്പറായിട്ടായിരിക്കും. എപ്പോഴും നമുക്ക് മറ്റേ വെള്ളം ഒഴിക്കുന്ന കാര്യത്തിൽ നമുക്ക് ബുദ്ധിമുട്ടേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഇത് ഫിനോലെക്സ് ഇറിഗേഷൻ ഡിജിറ്റൽ ഇറിഗേഷൻ ടൈമർ, അതാണ് ഈ സാധനം. അപ്പോൾ അതെല്ലാം സെറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം. പിന്നെ ഇതിനകത്ത് വേറെ കുറേ സംഭവങ്ങൾ വരുന്നുണ്ട്. ഇതിനകത്ത് എടുത്ത് കാണിച്ചു തരാം. ഞാൻ തുറന്ന് വാങ്ങിയിട്ട് ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ വരുന്നുണ്ട് അതിനകത്ത്. അപ്പോൾ ഇതൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് നോക്കി മനസ്സിലാക്കിയിട്ട് ഞങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഓക്കെ.